അച്ഛൻ പറഞ്ഞ കഥകളുടെ 33-ാം ഭാഗം പറയുന്നത് ശ്രീകൃഷ്ണന്റെ മകനായ പ്രദ്യുമ്നന്റെ കഥയാണ്. വിഷ്ണുപുരാണത്തിലും ഹരിവംശത്തിലും പറയുന്നത് പ്രകാരം കാമദേവന്റെ പുനർജന്മമാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ ജനന കഥയിലേക്ക്. ഒരിക്കൽ തന്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തിയ കാമദേവനുള്ള ദേഷ്യത്താൽ പരമശിവന്റെ മൂന്നാം കണ്ണ് തുറക്കുകയും ആ മൂന്നാം കണ്ണിൽ നിന്നുള്ള തീജ്വാലയേറ്റ് കാമദേവൻ ഭസ്മമാവുകയും ചെയ്തു. തന്റെ ഭർത്താവിനെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് കാമദേവന്റെ പത്നിയായ രതിദേവി താണു വീണ് അപേക്ഷിച്ചു. അതിന്റെ ഫലമായി കാമദേവൻ ഉടനെ തന്നെ ശ്രീകൃഷ്ണന്റെ മകനായി പുനർജനിക്കുമെന്നും ആ പുനർജന്മത്തിൽ രതിദേവിയും സന്തത സഹചാരിയായി ഒപ്പമുണ്ടാകുമെന്നും പരമശിവൻ അനുഗ്രഹിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും മൂത്ത മകനായിട്ടാണ് പ്രദ്യുമ്നൻ ജനിച്ചത്. ഭാഗവത പുരാണത്തിൽ പറയുന്നത് പ്രകാരം മഹാവിഷ്ണുവിന്റെ 4 വ്യൂഹ അവതാരങ്ങളിലൊന്നാണ് പ്രദ്യുമ്നൻ. എന്താണ് മഹാവിഷ്ണുവിന്റെ വ്യൂഹാവതാരം? മഹാവിഷ്ണുവിനെ ഭൗതിക ലോകവുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭൗതിക ലോകവുമായി വിഷ്ണുവിന് സംവദിക്കാനുള്ള 4 ബിംബങ്ങളായിട്ടാണ് ഈ 4 വ്യൂഹാവതാരങ്ങളെ കരുതപ്പെടുന്നത്. ഐശ്വര്യത്തിന്റെയും ചൈതന്യത്തിന്റെയും ബിംബമായ വാസുദേവൻ എന്ന വ്യൂഹാവതാരത്തെ ശ്രീകൃഷ്ണനും, സംഹാരത്തിന്റെ ബിംബമായ സംഘർഷണൻ എന്ന വ്യൂഹാവതാരത്തെ ബലരാമനും, പ്രണയം, വിവേകം എന്നിവയുടെ പ്രതീകമായ വ്യൂഹാവതാരത്തെ പ്രദ്യുമ്നനും, ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം എന്നിവയുടെ പ്രതീകമായ വ്യൂഹാവതാരത്തെ പ്രദ്യുമ്നന്റെ മകനായ അനിരുദ്ധനും പ്രതിദാനം ചെയ്യുന്നു. തിരികെ കഥയിലേക്ക്. ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും മൂത്ത മകനായി പ്രദ്യുമ്നൻ ജനിച്ചു. എന്നാൽ ജനിച്ച് 10 ദിവസമാകുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ ശംബരൻ എന്ന് പറയുന്ന അസുര രാജാവ് തട്ടിക്കൊണ്ടുപോയി. താൻ ശ്രീകൃഷ്ണപുത്രനാൽ വധിക്കപ്പെടും എന്ന പ്രവചനം കേട്ടായിരുന്നു ശംബരൻ ഈ സാഹസത്തിന് മുതിർന്നത്. ആ കുഞ്ഞ് തനിക്കൊരിക്കലും ഭീഷണിയാവാൻ പാടില്ല എന്ന ഉദ്ദേശത്താൽ ശംബരൻ കുഞ്ഞിനെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയ ആ കുഞ്ഞിനെ ഒരു വലിയ മീൻ വിഴുങ്ങുകയും ആ മീനെ പിന്നീട് ഒരു മുക്കുവൻ പിടിക്കുകയും ചെയ്തു. ആ മീനിന്റെ അസാധാരണ വലിപ്പം കണ്ട് ആ മുക്കുവൻ ആ മീനിനെ ശംബരന്റെ തന്നെ കൊട്ടാരത്തിലേക്ക് നൽകി. അങ്ങനെ ആ മീൻ മായാവതി എന്ന പരിചാരികയിലേക്ക് എത്തുകയും മീനിനെ മുറിച്ച മായാവതി ഉള്ളിൽ ഒരു കുഞ്ഞിനെ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ മായാവതി ഒരു സാധാരണ പരിചാരിക ആയിരുന്നില്ല. കാമദേവന്റെ പത്നിയായിരുന്ന രതിദേവിയുടെ പുനർജന്മമായിരുന്നു മായാവതി. ആ കുഞ്ഞിന് ശ്രീകൃഷ്ണനുമായുള്ള അത്ഭുതകരമായ രൂപസാദൃശ്യം തിരിച്ചറിഞ്ഞ മായാവതി അത് ശ്രീകൃഷ്ണന്റെ മകനാണെന്നും കാമദേവന്റെ പുനർജന്മമായതുകൊണ്ടാണ് തന്നിലേക്ക് ആ കുഞ്ഞ് എത്തിച്ചേർന്നതെന്ന് മനസ്സിലാക്കി. നിരവധി മായിക മാന്ത്രിക കഴിവുകൾ ഉണ്ടായിരുന്ന, ആയോധന കലകളിൽ നിപുണയായിരുന്ന മായാവതി ഇവയെല്ലാം ആ കുട്ടിയെ പഠിപ്പിക്കുകയും പതിയെ അവനെ വലിയൊരു യോദ്ധാവാക്കി മാറ്റുകയും ചെയ്തു. ശംബരാസുരനെ വധിക്കുക എന്നുള്ളത് തന്റെ ജന്മനിയോഗമാണ് എന്ന് മനസ്സിലാക്കിയ പ്രദ്യുമ്നൻ മുതിർന്ന ശേഷം ശംബരാസുരനെ വെല്ലുവിളിക്കുകയും ശംബരാസുരനുമായി കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ശംബരാസുരൻ മായിക വിദ്യകൾ പലതും പ്രയോഗിച്ചെങ്കിലും മായാവതിയിൽ നിന്ന് അഭ്യസിച്ച മായിക ജാലവിദ്യകൾ മൂലം പ്രദ്യുമ്നന് അവയെല്ലാം പ്രതിരോധിക്കാനും തുടർന്ന് ശംബരാസുരനെ വധിക്കാനും സാധിച്ചു. ശംബരാസുരനെ വധിച്ച ശേഷമാണ് മായാവതി പ്രദ്യുമ്നോട് വെളിപ്പെടുത്തുന്നത് പ്രദ്യുമ്നൻ കാമദേവന്റെ പുനർജന്മമാണെന്നും താൻ കാമദേവന്റെ പത്നിയായിരുന്ന രതിദേവിയുടെ പുനർജന്മമാണെന്നും. അങ്ങനെ യുവതിയായി മാറിയ മായാവതിക്കൊപ്പം പ്രദ്യുമ്നൻ ദ്വാരകയിലേക്ക് തിരിച്ചു. ദ്വാരകയിലെത്തിയ പ്രദ്യുമ്നെ കണ്ട് ദ്വാരകാവാസികൾ അമ്പരന്നു. ശ്രീകൃഷ്ണനുമായുള്ള അത്ഭുതകരമായ സാദൃശ്യമായിരുന്നു അതിന് കാരണം. എന്നാൽ പതിയെ അവർ മനസ്സിലാക്കി ശംബരാസുരൻ തട്ടിക്കൊണ്ടുപോയ ശ്രീകൃഷ്ണപുത്രനാണ് അതെന്നും. പിന്നീട് കൊട്ടാരത്തിലെത്തിയ പ്രദ്യുമ്നനെ ശ്രീകൃഷ്ണനും രുക്മിണിയും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പിന്നീട് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ശിക്ഷണത്തിൽ പ്രദ്യുമ്നൻ എല്ലാം തികഞ്ഞ ഒരു യോദ്ധാവായി മാറി. അങ്ങനെയിരിക്കെ തന്റെ സുഹൃത്തായിരുന്ന ശിശുപാലനെ വധിച്ച ശ്രീകൃഷ്ണനോട് പ്രതികാരം ചെയ്യാനായി ശാല മഹാരാജാവ് ദ്വാരക ആക്രമിച്ചു. ശാലൻ ചില്ലറക്കാരനായിരുന്നില്ല. പരമശിവനെ കഠിനമായ തപസ്സിലൂടെ പ്രീതിപ്പെടുത്തി സൗഭനഗരം എന്നൊരു മായാനഗരം തന്നെ ശാല മഹാരാജാവ് സൃഷ്ടിച്ചു വെച്ചിരുന്നു. ഏത് ദിശയിലും സഞ്ചരിക്കാൻ കഴിവുള്ള, എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷമാക്കാനും അപ്രത്യക്ഷമാക്കാനും കഴിവുള്ള ഒരു മായാനഗരമായിരുന്നു ശാലന്റെ സൗഭനഗരം. സൗഭനഗരത്തിൽ ഇരുന്നു കൊണ്ട് ശാലൻ ദ്വാരകയെ ആക്രമിച്ചു. ആ കടുത്ത പോരാട്ടത്തിൽ ശ്രീകൃഷ്ണനൊപ്പം പ്രദ്യുമ്നനും ഒത്തുചേരുകയും
ദ്വാരകയുടെ സംരക്ഷണത്തിനായി കഠിനമായ പോരാട്ടം തന്നെ നടത്തുകയും ചെയ്തു. ശ്യാലനുമായുള്ള പോരാട്ടത്തിൽ പ്രദ്യുമ്നൻ ആധിപത്യം നേടിയെങ്കിലും ദൗർഭാഗ്യവശാൽ ശ്യാലന്റെ മായിക അസ്ത്രമേറ്റ് നിലത്ത് വീണു. തുടർന്ന് ശ്രീകൃഷ്ണൻ കളത്തിലെത്തുകയും തന്റെ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് സൗഭനഗരം എന്ന മായാനഗരം തകർക്കുകയും ശ്യാലനെ വധിക്കുകയും ചെയ്തു. ഈ ഒരു യുദ്ധത്തിൽ ശ്രീകൃഷ്ണനൊപ്പം ചേർന്ന് ദ്വാരകയുടെ സംരക്ഷണത്തിനായി കടുത്ത ഒരു പോരാട്ടമാണ് പ്രദ്യുമ്നൻ കാഴ്ചവെച്ചത്. പിന്നീട് സ്വന്തം മകനായ അനിരുദ്ധനെ മോചിപ്പിക്കാനായി ശ്രീകൃഷ്ണനും സാത്യകിക്കുമൊപ്പം ബാണാസുരന്റെ സൈന്യവുമായി പ്രദ്യുമ്നൻ ഏറ്റുമുട്ടിയ കഥ നമുക്കറിയാമല്ലോ. ഈ ഒരു പോരാട്ടത്തിൽ ബാണാസുരന്റെ സംരക്ഷകനായി വാക്കുകൊടുത്ത പരമശിവൻ രംഗത്തെത്തുകയും അങ്ങനെ ശ്രീകൃഷ്ണ പരമശിവ യുദ്ധം നടക്കുകയും ചെയ്തു. ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായി പരമശിവന്റെ മകനായ കാർത്തികേയനെ പ്രദ്യുമ്നൻ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള രേഖകൾ, ആധികാരികമായ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ നമുക്ക് അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ കുരുക്ഷേത്ര യുദ്ധം ആസന്നമായി. ശ്രീകൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പാണ്ഡവപക്ഷവും കൗരവപക്ഷവും ദ്വാരകയിലെത്തി. പാണ്ഡവപക്ഷത്തിനു വേണ്ടി അർജുനനും കൗരവപക്ഷത്തിനു വേണ്ടി ദുര്യോധനും ശ്രീകൃഷ്ണനെ വന്ന് കണ്ടു. ശ്രീകൃഷ്ണൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒരു പക്ഷത്തിന് താൻ ആയുധമെടുക്കാതെ സാരഥിയായി കൂടെ നിൽക്കാമെന്നും മറുപക്ഷത്തിന് തന്റെ സേനയായ നാരായണി സേനയെ നൽകാമെന്നും. ആയുധമെടുക്കാത്ത ശ്രീകൃഷ്ണനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് വിചാരിച്ച ദുര്യോധനൻ നാരായണ സേനയെ തെരഞ്ഞെടുത്തു. അതേസമയം അർജുനാകട്ടെ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യവും ശ്രീകൃഷ്ണൻ തരുന്ന തന്ത്രങ്ങളുമൊക്കെ തനിക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് വിചാരിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തു. അങ്ങനെ കൃതവർമ്മ ഉൾപ്പെടെയുള്ള യാദവ യോദ്ധാക്കൾ കൗരവപക്ഷത്തിനു വേണ്ടിയും സാത്യകിയും പ്രദ്യുമ്നും ഉൾപ്പെടെയുള്ളവർ പാണ്ഡവപക്ഷത്തിനു വേണ്ടിയും പോരാടി. ഹരിവംശത്തിൽ പറയുന്ന പ്രകാരം പ്രദ്യുമ്നനും അശ്വത്ഥാമാവും തമ്മിൽ കടുത്ത ഒരു പോരാട്ടം നടക്കുകയും ഒടുവിൽ തുല്യശക്തികളായി ആരും ജയിക്കാതെ ഇരുവരും പിൻവാങ്ങുകയും ചെയ്തു. പിന്നീട് ദുര്യോധനന്റെ കൗരവ സഹോദരന്മാരെ പലരെയും പ്രദ്യുമ്നൻ വധിച്ചതായും ഹരിവംശത്തിൽ പറയുന്നുണ്ട്. ഇതാണ് കാമദേവന്റെ പുനർജന്മവും മഹാവിഷ്ണുവിന്റെ വ്യൂഹാവതാരങ്ങളിലൊന്നുമായ ശ്രീകൃഷ്ണപുത്രൻ പ്രദ്യുമ്നന്റെ കഥ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ സമയം നഷ്ടമാക്കില്ലെന്ന് ഉറപ്പു തരുന്നു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 34-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.